അവധി ദിവസമായ ഇന്നലെയും ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 90,792 ഭക്തരാണ് ഇന്നലെ 18-ാം പടി ചവിട്ടിയത്. തീർത്ഥാടകരുടെ തിരക്ക് മരക്കൂട്ടം വരെ നീണ്ടു. ഇന്നും തിരക്കുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ഇന്നലെ സന്നിധാനത്ത് പുതുവത്സര ആഘോഷങ്ങൾ ഉണ്ടായി. റവന്യൂ വകുപ്പ്, പോലീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ 18-ാം പടിക്ക് മുന്നിൽ കർപ്പൂരം കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുകയാണ്. അരുൺ, ശബരിമല സന്നിധാനത്തെ പുതുവത്സര ആഘോഷങ്ങൾ ഏതു തരത്തിലായിരുന്നു? തിരക്ക് ഏതു തരത്തിലാണ്? പുതുവത്സര ദിനമായ ഇന്നും ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇന്നലെ മാത്രം 90,792 അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇന്നത്തെ കണക്ക് പ്രകാരം പോലീസ് പറയുന്നത് സന്നിധാനത്ത് 18-ാം പടി വഴി 4,300ഓളം അയ്യപ്പ ഭക്തരെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ അകത്തേക്ക് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 36 കേന്ദ്രങ്ങളിൽ കുടിവെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഭക്തർക്ക് സഹായവുമായിട്ട് പോലീസും സന്നദ്ധ സംഘടനകളും ഒക്കെ രംഗത്തുണ്ട്. ഈ തിരക്ക് നിയന്ത്രണാതീതമാണ് എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മരക്കൂട്ടം വരെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. 2-3 മണിക്കൂറുമൊക്കെ അയ്യപ്പ ഭക്തർ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ പോലീസും ദേവസ്വം ബോർഡും ഒക്കെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് സഹായമൊരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നാണ്, തിരക്ക് നിയന്ത്രണാതീതമാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എല്ലാവിധത്തിലുള്ള സഹായങ്ങളുമായി പോലീസും ദേവസ്വം ബോർഡും ഒക്കെ രംഗത്ത് തന്നെയുണ്ട്. ഇന്നലെ 1,00,000-ഓളം ആളുകൾ വന്നിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നും പൂർണ്ണമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. 80,000-ഓളം ആളുകൾ ഇന്നും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് വഴി 10,000-ലധികം ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ 1,00,000-ഓളം അയ്യപ്പ ഭക്തർ ഇന്നും ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും സന്നിധാനത്തില്ല. ഭക്തർ ഇപ്പോഴും വലിയ തിരക്ക് ഈ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് 1,00,000-ഓളം തീർത്ഥാടകർ എത്താനുള്ള സാധ്യതയുണ്ട്. ആ തീർത്ഥാടകരുടെ തിരക്ക് ഒക്കെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണ്. തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. 1,00,000-ഓളം ആളുകൾ എത്തുമെന്നാണ് ഇന്നും അറിയിച്ചിരുന്നത്. ഇന്നലെ 90,000-ലധികം ആളുകൾ എത്തിച്ചേർന്നു. 80,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 80,000 പേരെത്തും. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള 10,000-ഓളം ആളുകൾ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. അങ്ങനെ 1,00,000-ലധികം ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രണാതീതമാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മരക്കൂട്ടം വരെയൊക്കെ ഈ തിരക്ക് നീളുന്ന കാഴ്ചയുണ്ട്. പക്ഷേ 36 കേന്ദ്രങ്ങളിൽ കുടിവെള്ളവും മറ്റ് സംവിധാനങ്ങളുമായി പോലീസും ദേവസ്വം ബോർഡും ഒക്കെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ശബരിമലയിൽ ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ്. സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.